തിരുവനന്തപുരം ഉദരംപോയിൽ 2 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് കാളികാവ് CI എം ശശിധരൻ പിള്ള. കുട്ടിയെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല. ഫായിസ് കുടുംബത്തിന് ചെലവ് നൽകുന്നില്ല എന്ന പരാതി കിട്ടിയിരുന്നു. അത് അവർ തമ്മിൽ പിന്നീട് ഒത്തുതീർപ്പാക്കിയെന്നും കാളികാവ് CI പറഞ്ഞു. നമ്മൾ ആദ്യം അസ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി പ്രകാരം കുട്ടിയുടെ മരണകാരണം ഉപദ്രവം ഉണ്ടായതെന്ന് കരുതിനാൽ 302 പ്രകാരവും 75 JA ആക്ട് പ്രകാരവും അൾട്ടർ ചെയ്ത് കേസന്വേഷിച്ച് വരികയാണ്. പ്രതി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതി ഹാജരാക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ റിപ്സിനും മറ്റുമൊക്കെ ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് റിപ്പോർട്ട് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ അന്വേഷിച്ച് അങ്ങനെ പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നടപടി സ്വീകരിക്കാൻ കഴിയും. മുൻപ് ഇവിടെ ഒരു പരാതി ഈ പെൺകുട്ടിയുടെ അമ്മ തന്നിരുന്നു. അതായത് ഈ ഇപ്പോഴത്തെ പ്രതിയായ വ്യക്തി മകളെയും പേരക്കുട്ടികളെയും നോക്കുന്നില്ല, ചിലവിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് അവർ തന്നെ സെറ്റിൽ ചെയ്ത് പോയിട്ടുള്ളതാണ്. അല്ല വേറെ ഒരു പരാതിയും കുട്ടിക്കെതിരെയോ ഒന്നും തന്നെ തന്നിട്ടില്ലാത്തതാണ്. മുബഷീർ പി അക്ബർ വിശദാംശങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ പോലീസിൻ്റെ വേർഷൻ വേറൊന്നാണല്ലോ. നേരത്തെ ഈ പ്രതിയുടെ ഭാര്യ, അതായത് കുട്ടിയുടെ ഉമ്മയുടെ ബന്ധു നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പരാതി രേഖാമൂലമല്ല, പരാതി പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് 1-2 വട്ടമൊക്കെ അന്വേഷണം നടത്തിയിരുന്നു, ഇയാളോട് സംസാരിച്ചിരുന്നു എന്നാണ്. ഇപ്പോൾ പറയുന്നത് ആ നിലയിലുള്ള പരാതിയേ ഇല്ല എന്നാണ്. തീർച്ചയായും നികേഷ് കുമാർ, അക്കാര്യത്തിലൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ച ഫായിസിന്റെ ഭാര്യയുടെ ബന്ധുക്കൾ അവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് കരുളായിലാണ്. കരുളായി മേഖലയടങ്ങുന്ന പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലായിരിക്കാം അവർ പരാതി കൊടുത്തതെന്നൊരു നിഗമനത്തിലാണ് നിലവിൽ കാളികാവ് പോലീസ് ഉള്ളത്. കാളികാവ് പോലീസിന് അത്തരമൊരു പരാതി ഒന്നും തന്നെ, അതായത് കുഞ്ഞിനെ മുൻപ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് കാളികാവ് SHO വ്യക്തമാക്കുന്നത്. നേരത്തെ ലഭിച്ച ഒരു പരാതി ഈ ഒരു കുടുംബത്തിന് കൃത്യമായ ചിലവ് ഫായിസ് നൽകുന്നില്ല എന്ന പേരിലായിരുന്നു. അത് പിന്നീട് ഇവർ തമ്മിൽ തന്നെ പറഞ്ഞ് തീരുമാനമാക്കിയതിനു ശേഷം കുടുംബത്തിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതായിരുന്നു കാളികാവ് CI വ്യക്തമാക്കുന്നത്. മറ്റു മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട പരാതിയൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അക്കാര്യത്തിൽ മറ്റു വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റു പ്രതികളുടെ, അതായത് മറ്റു വ്യക്തികളുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കുമെന്നാണ് കാളികാവ് പോലീസ് ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മളോട് തന്നെ ഈ ഒരു സംഭവം നടന്ന വീടിന് തൊട്ടടുത്ത അയൽവാസികൾ വെളിപ്പെടുത്തിയിരുന്നത് ഈ ഒരു കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിച്ച സമയത്ത് ഫായിസിനെ കൂടാതെ ഫായിസിന്റെ മാതാവും അതുപോലെ തന്നെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഇവിടെ ഉണ്ടായിരുന്നു. ഫായിസിന്റെ ഭാര്യയും ആ ഒരു സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഭാര്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ഒരു കുഞ്ഞിനെതിരായ മർദ്ദനം അവിടെ ഉണ്ടായത്. ഭാര്യ അതിനെ തടയാൻ ശ്രമിച്ചപ്പോൾ ഭാര്യയെ ഭീഷണിപ്പെടുത്തി മറ്റൊരു മുറിയിലേക്ക് മാറ്റിയായിരുന്നു ഈ വിധത്തിൽ മർദ്ദിച്ചതെന്നായിരുന്നു അയൽവാസികൾ പറഞ്ഞത്. പിന്നീട് നിലവിളി കേട്ടുകൊണ്ടാണ് അയൽവാസികൾ അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. ആ ഒരു ഘട്ടത്തിൽ ബോധരഹിതയായ 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പുറത്തേക്ക് ഈ ഒരു ഫായിസ് കൊണ്ടുവരികയായിരുന്നു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതിനെ തുടർന്ന് ബോധം പോയി എന്നായിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഫായിസ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അയൽവാസികളും ബന്ധുക്കളും ആരോപിച്ചിരുന്നത് കുഞ്ഞിന്റെ ദേഹത്തുൾപ്പെടെ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഫായിസിന്റെ ബന്ധുക്കൾ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിൽ പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ കൂടുതൽ പ്രതികൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. ഇവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും പോലീസ് നിലവിൽ നടത്തിവരികയാണ്. പ്രതിയായ ഫായിസിനെതിരെ, മുഖ്യപ്രതിയായ ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു കുഞ്ഞിനെതിരെ നടന്ന നിഷ്ഠൂരമായ മർദ്ദനമായതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിയുമായുള്ള തെളിവെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബന്ധുക്കൾ ആദ്യഘട്ടം മുതൽ ആരോപിച്ച ആ ഒരു ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പരാതിയൊക്കെ തന്നെ അടിവരയിടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് അന്വേഷണം നടത്തിയിരുന്ന പോലീസ് ഇപ്പോൾ കൊലക്കുറ്റത്തിനും കേസെടുത്തിരിക്കുന്നത്. നികേഷ് കുമാർ. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.